ആനി രാജയെ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിച്ച് സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിലേക്കാണ് ആനി രാജയെ നിർദ്ദേശിച്ചത്. മുതിർന്ന നേതാവ് പ്രകാശ് ബാബുവിനെ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. അതേസമയം തഴയപ്പെട്ടതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ട് പ്രകാശ് ബാബു തള്ളി. ഒന്നിന്റെയും പുറകിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രകാശ് ബാബു പറഞ്ഞു. രാജ്യസഭാ സ്ഥാനാർത്ഥി വിവാദം ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും പ്രകാശ് ബാബു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു. ആ നിർദ്ദേശവും വന്നു. ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ആനി രാജയെ എടുത്തു. അത് നല്ല കാര്യമാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയും ചെയ്യുന്നു. സന്തോഷമേ ഉള്ളൂ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തൊക്കെയാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണം? വേണു, CPIയുടെ 11 അംഗ ദേശീയ സെക്രട്ടേറിയറ്റിൽ 2 പേർ മരിച്ചതിനെ തുടർന്ന് 2 ഒഴിവുകളുണ്ട്. കേരളത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനും ഉത്തർപ്രദേശിൽ നിന്നും അതുൽകുമാർ അഞ്ചാനുമാണ് മരിച്ചതിനെ തുടർന്ന് ഒഴിവുകൾ വന്നത്. കേരളത്തിൽ നിന്നുള്ള ഒഴിവിലേക്ക് മുതിർന്ന നേതാവായ പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെടും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ആനി രാജയുടെ പേരാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. അക്കാര്യം എക്സിക്യൂട്ടീവ് അംഗീകരിക്കുകയും ഇന്ന് ചേരുന്ന ദേശീയ കൗൺസിലിന് മുന്നിൽ അക്കാര്യം വയ്ക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ തുടർച്ചയായി ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നതിൽ പ്രകാശ് ബാബുവിന് അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാരണം നേരത്തെ രാജ്യസഭാ സീറ്റിലും അദ്ദേഹം തഴയപ്പെട്ടതിനെ തുടർന്ന് അത് ചർച്ചകളിലടക്കം വലിയ അതൃപ്തി പ്രകടനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വാക്കുകളിൽ അദ്ദേഹം തള്ളുകയാണ്. ആനി രാജയെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നത് ആലോചിച്ചിരുന്നു എന്നും ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് എന്നും ഇക്കാര്യം പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് ഒറ്റക്കെട്ടായാണ് എടുത്തത് എന്നും ആണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ തുടർച്ചയായി ഉണ്ടോ എന്ന ചോദ്യത്തോട് തന്നെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല എന്നും താൻ പാർട്ടിക്കുള്ളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നും തന്നെ പ്രത്യേകമായി അവഗണിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകം പരിഗണിക്കുകയോ വേണ്ട എന്നും പാർട്ടി മെമ്പർ ആയാണ് താൻ ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒന്നിനും പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ അതൃപ്തി കൃത്യമായി തന്നെ പ്രകടമാണ്. പാർട്ടി അംഗമായി തുടരും എന്ന് ആണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. താൻ ഒന്നിന്റെയും പുറകെ പോകുന്ന ആളുമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇന്ന് കൗൺസിൽ CPIയുടെ ദേശീയ കൗൺസിൽ യോഗം ചേരുകയാണ്. 3 ദിവസത്തെ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. വേണു, ബൽറാം, ഈ അതൃപ്തിയില്ല എന്നും പാർട്ടിയിൽ ഭിന്നാഭിപ്രായമില്ലെന്നും ഒക്കെ പ്രകാശ് ബാബു പറയുമ്പോഴും ആനി രാജയെ നേരത്തെ കാനം തന്നെ പരസ്യമായി വിമർശിച്ചിട്ടുള്ളതാണ്. കാനം പക്ഷത്തിന്റെ കണ്ണിൽ കരടുമായിരുന്നു ആനി രാജ. ഇപ്പോ പ്രകാശ് ബാബുവിന് പകരം ആനി രാജ എന്നതിലേക്ക് മാറുന്നത് പാർട്ടിക്കകത്തെ ഏതുതരം ചേരിമാറ്റത്തിന്റെ സൂചനയാണ്? വേണു, തീർച്ചയായും ഇത്തരത്തിൽ ആനി രാജ നേരത്തെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി തന്നെ നിലപാടെടുക്കുകയും പരസ്യ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കേരള പോലീസിനെതിരായി ആനി രാജ നടത്തിയ പരസ്യ പ്രതികരണത്തിന്റെ ഘട്ടത്തിൽ അത് ദേശീയ യോഗങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുകയും പാർട്ടി ജനറൽ സെക്രട്ടറിയെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു കേരള ഘടകം. ആ ഘട്ടത്തിൽ നിന്നും ഒരു ചേരിമാറ്റം പ്രകടമായിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ പ്രകാശ് ബാബുവിനെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തഴയപ്പെട്ടതായുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും തഴയപ്പെട്ട സാഹചര്യമുണ്ടായി. തുടർച്ചയായി ഇപ്പോൾ 3ാം തവണയാണ് അദ്ദേഹത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നേക്കും എന്ന ഒരു ഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തെ തഴഞ്ഞ് ആനി രാജയുടെ പേര് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു പ്രകടമായ ഒരു ചേരിമാറ്റം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം പാർട്ടി നിരയിൽ തന്നെ ഒരു വിഭാഗത്തിന് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ചർച്ചകളിലായി പ്രതികരണങ്ങളിലുമായിരിക്കും ഇക്കാര്യങ്ങൾ വ്യക്തമാകുക. നിലവിലെ സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം CPI നേതൃതലത്തിൽ ഒരു പുതിയ ചേരി മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പ്രകടമാണ്. വേണു, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത് സംസ്ഥാന നേതൃത്വം ഇടപെട്ട്. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ. സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് പ്രകാശ് ബാബു. നേരത്തെ പ്രകാശ് ബാബു രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുന്നതും വെട്ടിയിരുന്നു.
ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബുവിന് കടുത്ത അതൃപ്തി. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, പരസ്യമായി അതൃപ്തിയില്ല എന്ന് പ്രകാശ് ബാബു പ്രതികരിക്കുമ്പോഴും എന്താണ് പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്ന സൂചനകൾ? വേണു, CPI-യിലെ ഉൾപാർട്ടി പോരടക്കമുള്ള കാര്യങ്ങൾ എന്തുമാത്രം പുറത്തു വരുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ ഈ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പകരം ബിനോയ് വിശ്വത്തെ കൊണ്ടുവന്നപ്പോൾ അടക്കം വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയിലൂടെ പ്രത്യേകിച്ച് വളരെ സീനിയർ മോസ്റ്റ് നേതാവായിട്ടുള്ള പ്രകാശ് ബാബുവിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചില അംഗങ്ങളെങ്കിലും അഭിപ്രായമായി ഉയർത്തിയിരുന്നു. മാത്രമല്ല പിന്നീടാണ് ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള തർക്കമുണ്ടാകുന്നത്. അവസാന ഘട്ടം വരെ പ്രകാശ് ബാബുവിന്റെ പേര് പരിഗണിക്കുകയും ഏറ്റവും ഒടുവിൽ PP സുനീറിന്റെ പേര് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തത് അന്ന് കൗൺസിലിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുകയും പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ചില നേതാക്കൾ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പോലും രാജ്യസഭാ സീറ്റ് നിർണയത്തിലെ അവരുടെ വിയോജിപ്പ് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ സംസ്ഥാന നേതൃത്വം ഒഴിവാക്കി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഈ കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയാണ്. മുൻപ് വയനാട് സീറ്റിലേക്കും ആനി രാജയെ പാർട്ടി പരിഗണിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രകാശ് ബാബുവിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശ് ബാബു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും CPI-യിൽ വലിയ തരത്തിലുള്ള ഉൾപാർട്ടി പോര് ഉടലെടുക്കുകയാണ്. വേണു, ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.